ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ ദിനം നമ്മുടെ കർത്താവിന്റെ മുഖത്തേക്ക് നോക്കി പ്രത്യാശയോടെ നമുക്ക് ദിനം ആരംഭിക്കുമ്പോൾ 1 കൊരിന്ത്യർക്കെഴുതിയ ലേഖനം 15-ാം അധ്യായം 10-ാം വാക്യം, എങ്കിലും ഞാനാകുന്നത് ദൈവകൃപയാലാകുന്നു, എന്നോടുള്ള അവന്റെ കൃപ വ്യർത്ഥമായതുമില്ല. അവൻ എല്ലാവരെക്കാളും ഞാൻ അത്യന്തം അധ്വാനിച്ചിരിക്കുന്നു, എന്നാൽ ഞാനല്ല, എന്നോട് കൂടിയുള്ള ദൈവകൃപയത്രേ. അപ്പോസ്തലനായ പൗലോസിന്റെ ചില വാക്കുകളാണ് അവൻ പറഞ്ഞു നിർത്തിയ ഭാഗം. ഞാൻ അത്യന്തം അധ്വാനിച്ചിരിക്കുന്നു, എന്നാൽ ഞാനല്ല, എന്നോട് കൂടെയുള്ള ദൈവകൃപയത്രേ. ഇന്ന് ലോകത്തിൽ മനുഷ്യർ സ്വയം ഞാൻ ചെയ്തു, ഞാൻ പ്രവർത്തിച്ചു എന്ന് ഉയർത്തിക്കാട്ടുവാൻ ശ്രമിക്കുമ്പോൾ, അതിനുവേണ്ടി പദ്ധതികളും പ്ലാനുകളും ചെയ്യുമ്പോൾ, ഇവിടെ അപ്പോസ്തലൻ പറയുന്നു, ഞാനാകുന്നത് ദൈവകൃപയാലാ. ഈ കൃപയില്ലായിരുന്നെങ്കിൽ ഞാൻ ഈ മണ്ണിന് ഇരയായി തീർന്നേനെ. എന്നാൽ കൃപയിലായതുകൊണ്ട് എന്നെ നടത്തിയൊരു ദൈവം, എന്നോടുള്ള അവന്റെ കൃപ വ്യർത്ഥമല്ല. എന്നെ നേടിയെടുത്തത്, എന്നെ അവന്റെ രാജ്യത്തിന്റെ പങ്കാളിത്തം വഹിക്കുവാനാക്കി വെച്ചത് എന്റെ ദൈവത്തിന് നഷ്ടമല്ല. അവരെല്ലാവരെക്കാളും ഞാൻ അത്യന്തം അധ്വാനിച്ചു, മറ്റുള്ളവരെക്കാൾ ഞാൻ അത്യന്തം സന്തോഷിച്ചിരിക്കുന്നു. എന്നാൽ അതൊന്നും ഞാനല്ല. അങ്ങനെ അധ്വാനിക്കുവാൻ എന്നെ ബലപ്പെടുത്തിയത് എന്റെ മേലുള്ള അവന്റെ കൃപയത്രേ. ഈ പകക്കാലം ആ കൃപയിൽ ആശ്രയിച്ച് അപ്രകാരം ദൈവത്തിനു വേണ്ടി പ്രയോജനമുള്ളവരായി തീരുവാൻ നമ്മെ ദൈവിക കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് കർത്താവിന്റെ മുഖത്തേക്ക് നോക്കി നമുക്ക് പ്രാർത്ഥനയോടെ തുടങ്ങാം ഈ ദിനം.